നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശയാത്രകൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് തിരിച്ചടി നൽകിയാണ് പുതിയ കോവിഡ് വൈറസ് വാർത്ത പുറത്തുവന്നത്. മാത്രമല്ല, ഇത് തൊഴിൽ തേടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനിരുന്നവർക്കും വേദനയായി മാറുകയാണ്. യൂറോപ്പിൽ ജനിതകമാറ്റം സംഭവിച്ച് 70% കൂടുതൽ വ്യാപനശേഷിയുള്ള കൊറോണ വൈറസ് പടരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഇതേ തുടർന്ന് UK-യിലെ ലണ്ടൻ നഗരം അടച്ചുപൂട്ടി. ഇവിടെ നിന്നുള്ള വിമാനങ്ങൾക്കും ഇവിടേക്കുള്ള വിമാനങ്ങൾക്കും വിവിധ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് രാജ്യാന്തര വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഫ്രാൻസ് UK അതിർത്തി അടച്ചു. ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, നെതർലാൻഡ്സ്, കുവൈറ്റ്, ബെൽജിയം, തുർക്കി, ഡെൻമാർക്ക്, ഇസ്രായേൽ, അയർലൻഡ്, ബൾഗേറിയ, ലാത്വിയ, എൽ സാൽവഡോർ, റൊമാനിയ, കാനഡ, ചെക്ക് റിപ്പബ്ലിക്, ക്രൊയേഷ്യ, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, പോർച്ചുഗൽ, മൊറോക്കോ, ഫിൻലാൻഡ്, ഇറാൻ, ലക്സംബർഗ്, കൊളംബിയ, ചിലി, എസ്റ്റോണിയ, ലിത്വാനിയ, അർജന്റീന, നോർവേ, ഒമാൻ, ടുണീഷ്യ, ജോർദാൻ, റഷ്യ, ഹോങ്കോങ്, ഗ്രനഡ, മാൾട്ട, മൗറീഷ്യസ്, പാകിസ്ഥാൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളും ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജർമ്മനി ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഓരോ രാജ്യങ്ങളും അവർ കൈക്കൊണ്ട നടപടികളും ഇങ്ങനെ. 1. പോളണ്ട്. വൈറസ് ഭയത്തെ തുടർന്ന് UK-യിൽ നിന്നുള്ള വിമാനങ്ങൾ തിങ്കളാഴ്ച മുതൽ നിർത്തിവെക്കുമെന്ന് പോളിഷ് സർക്കാർ വക്താവ് ട്വിറ്ററിലൂടെ അറിയിച്ചു. 2. ഫ്രാൻസ്. ബ്രിട്ടനിൽ നിന്നുള്ള എല്ലാ യാത്രകളും ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ നിർത്തിവെക്കുമെന്ന് ഫ്രാൻസ് അറിയിച്ചു. റോഡ്, വായു, കടൽ, റെയിൽവേ വഴിയുള്ള ചരക്ക് ഗതാഗതവും ഇതിൽ ഉൾപ്പെടുന്നു. ഫ്രഞ്ച് അതിർത്തിക്കുള്ളിൽ അകമ്പടിയില്ലാതെ ചരക്ക് മാത്രമേ അനുവദിക്കൂ. 3. ജർമ്മനി. UK-യിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്ന് ജർമ്മൻ ആരോഗ്യമന്ത്രി ജെൻസ് സ്പാൻ പറഞ്ഞു. ചരക്ക് വിമാനങ്ങളെ മാത്രമേ ഇതിൽ നിന്നും ഒഴിവാക്കൂ. 4. ഇറ്റലി. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതായും കഴിഞ്ഞ 14 ദിവസത്തിനിടെ അവിടെ താമസിച്ചവരെ ഇറ്റലിയിൽ പ്രവേശിക്കുന്നത് വിലക്കുമെന്നും ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി റോബർട്ടോ സ്പെൻസ അറിയിച്ചു. അയർലൻഡ്. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ബ്രിട്ടനിൽ നിന്ന് വരുന്ന എല്ലാ വിമാനങ്ങളും കുറഞ്ഞത് 48 മണിക്കൂർ നേരത്തേക്ക് നിരോധിക്കുമെന്ന് അയർലൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. നെതർലാൻഡ്. ബ്രിട്ടനിൽ നിന്ന് നെതർലാൻഡിലേക്കുള്ള എല്ലാ യാത്രാ വിമാനങ്ങളും ജനുവരി 1 വരെ നിരോധിക്കുമെന്ന് ഡച്ച് സർക്കാർ അറിയിച്ചു. കാനഡ. UK-യിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും 72 മണിക്കൂർ നിർത്തിവെക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. അടുത്തിടെ മടങ്ങിയെത്തിയവർക്ക് വിപുലമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ഇറാനിലെ ആരോഗ്യ മന്ത്രാലയം ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചതായി സംസ്ഥാന വാർത്താ ഏജൻസി IRNA അറിയിച്ചു. ഇസ്രായേൽ. UK, ഡെൻമാർക്ക്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഇസ്രായേൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. സൗദി അറേബ്യ എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുകയാണെന്നും രാജ്യത്തേക്ക് കരയിലൂടെയും തുറമുഖങ്ങളിലൂടെയുമുള്ള പ്രവേശനം കുറഞ്ഞത് ഒരാഴ്ചത്തേക്കെങ്കിലും നിർത്തിവെക്കുകയാണെന്നും സൗദി അറേബ്യ ഞായറാഴ്ച പ്രഖ്യാപിച്ചു. യൂറോപ്പിൽ നിന്നും എത്തിയവർ 2 ആഴ്ചത്തേക്ക് ക്വാറന്റൈൻ പാലിക്കാനും പരിശോധനയ്ക്ക് വിധേയരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റ്. ബ്രിട്ടനെ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ് ചേർത്തു. എൽ സാൽവഡോർ. കഴിഞ്ഞ 30 ദിവസമായി ബ്രിട്ടനിലോ ദക്ഷിണാഫ്രിക്കയിലോ ഉണ്ടായിരുന്ന ആരെയും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് നായിബ് ബുക്കലെ ട്വിറ്ററിലൂടെ അറിയിച്ചു. അർജന്റീന. UK-യിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും അർജന്റീന താൽക്കാലികമായി നിർത്തിവെച്ചതായി സർക്കാർ അറിയിച്ചു. അവസാന വിമാനം തിങ്കളാഴ്ച എത്തും. ചിലി. UK-യിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ചൊവ്വാഴ്ച മുതൽ നിർത്തിവെക്കുമെന്ന് ചിലി അറിയിച്ചു. റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്തവരോ കഴിഞ്ഞ 2 ആഴ്ചയായി ബ്രിട്ടനിൽ ഉണ്ടായിരുന്നവരോ ആയ ആളുകളെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. മൊറോക്കോ. ഞായറാഴ്ച മുതൽ UK-യിലേക്കുള്ള എല്ലാ വിമാനങ്ങളും മൊറോക്കോ നിരോധിച്ചു. ബെൽജിയം. UK-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ 24 മണിക്കൂർ സമയത്തേക്ക് ബെൽജിയം നിരോധിച്ചു. ഫിൻലാൻഡ്. UK-യിൽ നിന്നുള്ള വിമാനങ്ങൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചു. സ്വിറ്റ്സർലാൻഡ്. കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങൾ നിരോധിച്ചു. ബൾഗേറിയ. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ജനുവരി 31 വരെ UK-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. റൊമാനിയ. തിങ്കളാഴ്ച ഉച്ച മുതൽ UK-യിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും 2 ആഴ്ചത്തേക്ക് നിരോധിച്ചു. ക്രൊയേഷ്യ. UK-യിൽ നിന്നുള്ള വിമാന ഗതാഗതം 48 മണിക്കൂർ നേരത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രധാനമന്ത്രി ആൻഡ്രച്ച് പ്ലെൻകോവിച്ച് പ്രഖ്യാപിച്ചു. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ രാജ്യങ്ങളും UK-യിൽ നിന്നുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു. അതേസമയം ഡിസംബർ 18-ന് കണ്ടെത്തിയ വൈറസിന്റെ പേര് VUI 2020-12/01 എന്നാണ്.
ഇറ്റലിയിൽ തിരിച്ചെത്തിയ UK പൗരന്മാരിൽ പുതിയ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇറ്റലി മാത്രമല്ല, ലണ്ടനിൽ വ്യാപിച്ച പുതിയ വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാരകമായ വ്യാപനശേഷിയുള്ള വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതിനാൽ ഇത് അത്യാഹിത സാഹചര്യമായി കണക്കിലെടുത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കോബ്ര കമ്മിറ്റി വിളിച്ചു ചേർക്കുകയുണ്ടായി. വൈറസിന്റെ ജനിതകമാറ്റം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. നിയന്ത്രണാതീതം എന്നാണ് ഈ വൈറസിനെ UK ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് വിശേഷിപ്പിച്ചത്. നഗരം അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പായി വൈറസിനെ പേടിച്ച ആളുകൾ കൂട്ടപലായനം നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഹീത്രോ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി 4 ദിവസത്തേക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ച ഇളവുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആളുകളോട് വീടുകളിൽ തന്നെ ഇരിക്കാൻ ലണ്ടനും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചു. ടയർ 4 പ്രദേശങ്ങളിൽ പെട്ടവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വിദേശത്തു നിന്ന് വരുന്നവർക്ക് 15 ദിവസം നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.